എല്ലാ മാന്യ സ്നേഹിതർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വരുവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സമയം ഞാൻ വിനിയോഗിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബിൽ ഞാനൊരു വാർത്ത ഇങ്ങനെ കണ്ടു. അതിൽ കൊടുത്തിരിക്കുന്നത് ഓ സാത്താൾ ആശ്രമം, സാത്താൾ ക്രിസ്ത്യൻ ആശ്രമം, അതായത് ഉത്തരാഖണ്ഡിലുള്ള നനിത്താളിനടുത്തുള്ള ഒരു ക്രിസ്ത്യൻ ആശ്രമമുണ്ട്. ആ ആശ്രമത്തെ കുറിച്ചുള്ള ഒരു വ്യാജമായ വാർത്തയാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ എൻ്റെ ഈ ചാനലിൽ ഇതിന്റെ താഴെ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്ക് കേൾക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കേൾക്കാവുന്നതാണ്. പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിച്ചത് നമ്മുടെ ആ ആശ്രമത്തെ, ക്രിസ്ത്യൻ ആശ്രമത്തിനെ പറ്റി വളരെ തെറ്റായിട്ടുള്ള വാർത്തകൾ കണ്ടപ്പോൾ അതിനെക്കുറിച്ച് ഏറ്റവും അടുത്തറിയാം എന്ന നിലയിൽ, അറിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ചില കാര്യങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ് എൻ്റെ മുഖ്യമായിട്ടുള്ള ഉദ്ദേശം. ആഹ് ഇവിടെ അതിന്റെ ഹെഡിങ് തന്നെയാണ് വളരെ പരമപ്രധാനമായിട്ടുള്ള വിഷയം. ദൈവഭൂമി ഉത്തരാഖണ്ഡ് ഇപ്പോൾ ക്രിസ്ത്യൻ മിഷണറി ആക്രമത്തിന്റെ പിടിയിലും. ഇതാണ് ആ വീഡിയോയുടെ ഹെഡിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ വസ്തുതകൾക്ക് നിരക്കാത്തതും യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് വളരെ അകന്നുള്ളതുമായിട്ടുള്ള ഒരു വാർത്തയാണ്. കാരണം നമ്മുടെ ഈ രാജ്യത്തിലെ ക്രൈസ്തവ അല്ലെങ്കിൽ മിഷണറി പ്രസ്ഥാനങ്ങൾക്കും മിഷണറി മൂവ്മെന്റ്സുകൾക്കും ഒക്കെ ഒരു വലിയൊരു ഇതിഹാസം, ഒരു ചരിത്രം തന്നെയുണ്ട്. ആ ചരിത്രങ്ങളെയെല്ലാം കാറ്റത്ത് പറപ്പിച്ച് നമ്മൾ പടച്ചുവിടുന്ന പല വാർത്തകളും ഈ ജനറേഷനോട് തന്നെ നമ്മൾ കാണിക്കുന്ന ഒരു അപമര്യാദയാണ്, തെറ്റാണ്. കാരണം സത്യസന്ധമായ കാര്യങ്ങളെ പഠിക്കുവാൻ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുവാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ഒരു പക്ഷേ അവരെ വളരെയധികം ചഞ്ചലിപ്പിക്കുവാൻ, വഴിതെറ്റിപ്പിക്കുവാൻ കാരണമായി തീരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ കേട്ട ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഒന്ന് പറയാം. ആദ്യമായിട്ട് അദ്ദേഹം പറയുന്ന ഒരു വിഷയമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോയുടെ ചില ഭാഗങ്ങളൊന്ന് കേൾക്കാം. അതിനുശേഷം നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യത്തിൽ ഇന്ന് ഓട്ടപ്രദക്ഷിണത്തിന് നേരത്തെ പദ്ധതിയിട്ടിരുന്നത് മറ്റൊരു വിഷയമായിരുന്നു. ആ വിഷയം നമുക്ക് നാളെയോ മറ്റോ ചെയ്യാം. അതിലും പ്രധാനപ്പെട്ടൊരു വിഷയം ഇന്ന് തത്വമയി ന്യൂസിൻ്റെ മുമ്പിൽ എത്തിയത് കൊണ്ടാണ് ഓട്ടപ്രദക്ഷിണത്തിലെ വിഷയം ഇന്ന് കുരിശ് കൃഷിയിലേക്ക് നമ്മൾ മാറ്റിയിരിക്കുന്നത്. കുറച്ചു മുമ്പ് ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഉത്തരാഖണ്ഡിൽ സപ്തതാൽ 7 തടാകങ്ങളുടെ ഭൂമിയിൽ കുരിശ് കൃഷി വ്യാപകമായി തന്നെ നടക്കുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് മല കയ്യേറി എന്നായിരുന്നു. മല കയ്യേറിയല്ല, അതിലും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു മല തന്നെ വിലയ്ക്ക് വാങ്ങിയാണ് ഇപ്പോൾ. അദ്ദേഹം പറയുന്നൊരു വിഷയം ഇതിനകത്തുണ്ട്. ആദ്യം ഞാൻ കേട്ടത് മല കയ്യേറി എന്നാണ്. പക്ഷേ പിന്നീട് അറിഞ്ഞത് അതിലും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഞെട്ടിക്കുന്ന വിവരം? ഒരു മല തന്നെ വിലയ്ക്ക് വാങ്ങിയാണ് ഇപ്പോൾ അവിടെ കുരിശ് കൃഷി നടത്തുന്നത്. മല വിലയ്ക്ക് വാങ്ങി കുരിശ് കൃഷി നടത്തുന്നു. അപ്പം കയ്യേറുന്നതിനേക്കാളും എന്തോ വലിയ തെറ്റാണ് ഒരു സ്ഥലം മേടിക്കുക, ഒരു സ്ഥലം വില കൊടുത്ത് വാങ്ങിക്കുന്ന എന്നാണ് അദ്ദേഹത്തിന്റെ ഭാഷ്യം. മറ്റൊന്ന്, ദേശാടന പക്ഷികളുടെ വലിയ സങ്കേതം കൂടിയാണ്. പരിസ്ഥിതി ലോല പ്രദേശമാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ ധാരാളം ആളുകൾ താമസമുണ്ട്. നൈനിത്താൾ മുതൽ ആ അവിടെയുള്ള ആ പർവ്വത പ്രദേശങ്ങളിലൊക്കെ അവിടെയായിട്ട് ആൾക്കാർ താമസമുണ്ട്. വിശാലമായിട്ടുള്ള ഇനിയും ധാരാളം ഏരിയകളിൽ ആൾക്കാർ വസിക്കാൻ വേണ്ടി തന്നെ അവിടെയുണ്ട്. വിശാലമായിട്ടുള്ള മലമ്പ്രദേശങ്ങളിൽ ദേശാടന പക്ഷികൾ വരുന്നു പോകുന്നു. അത് നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് അവിടെ താമസിക്കുന്നവര് അവിടെ ഒരു സ്ഥാപനം ഉള്ളത് കൊണ്ടോ ഒന്നോ രണ്ടോ കെട്ടിടങ്ങൾ ഉള്ളത് കൊണ്ടോ ഈ പ്രശ്നങ്ങൾ സംഭവിക്കാറില്ല എന്ന് തന്നെയാണ് നമ്മൾ അവിടെ ചെന്ന് കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. ഏകദേശം 20-അധികം വർഷമായി പലപ്പോഴും ആ സ്ഥലത്ത് കൂടെ യാത്ര ചെയ്യുകയും അവിടെ പോവുകയും പ്രത്യേകിച്ച് ആശ്രമത്തിൽ പോവുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഈ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിലുള്ള യാതൊരുവിധമായിരിക്കുന്നതായ പ്രശ്നങ്ങളും ഇല്ല എന്ന് തന്നെയാണ്. മറ്റൊന്ന്, ആ പ്രദേശത്ത് ഒരു മല തന്നെ വാങ്ങണമെങ്കിൽ ക്രിസ്ത്യാനികളുടെ സ്വാധീനം എത്രമാത്രമാണ് എന്ന് ചിന്തിക്കണം. അത് ചിന്തിക്കേണ്ട തന്നെ വിഷയമാണ്. മലകളൊക്കെ വാങ്ങി അവിടെ ക്രിസ്തീയ പ്രവർത്തനങ്ങളൊക്കെ നടത്തുക, അല്ലെങ്കിൽ ആശ്രമം സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികളുടെ സ്വാധീനം വലുതാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നേക്ക് 100 വർഷങ്ങൾക്കപ്പുറമായി, ഏകദേശം 100 വർഷം, ഇനി കുറച്ച് സമയം, ഒരു ചില വർഷം കൊണ്ട് കഴിയുമ്പോൾ 100 വർഷം ആ സ്ഥാപനം ആരംഭിച്ചിട്ടാവുകയാണ്.
അപ്പോൾ ആം, ആ സ്വാധീനത്തെ കുറിച്ച് ഞാൻ പറയാം. എങ്ങനെയുള്ള സ്വാധീനമാണ് അവിടെ ആ ആശ്രമത്തിന് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ഒരു ഉത്കണ്ഠയാണ്, വലിയ സ്വാധീനം. ഇനി മറ്റൊന്ന് അദ്ദേഹം സംസാരിക്കുന്ന വിഷയം 1930 നൈനിത്താളിൽ, അല്ലെങ്കിൽ നൈനിത്താളിലുള്ള സാത്താളിൽ ഈ ആശ്രമം ആരംഭിക്കുന്നത്. അന്ന് മുതൽ മതപരിവർത്തന മാഫികളുടെ പ്രവർത്തനം നടക്കുകയാണ്. അതായത് മതപരിവർത്തന മാഫികളുടെ പ്രവർത്തനം നടക്കുകയാണ്. ഈ ഏതെങ്കിലും ഒരു സമൂഹം മാഫിയ ആണെങ്കിൽ ആ മാഫിയ സമൂഹത്തോട് നമുക്ക് അടുക്കുവാനായിട്ട് കഴിയില്ല. എന്നാൽ ക്രൈസ്തവ സമൂഹം, ക്രൈസ്തവർ മാഫികളാണ് എന്ന് പറയുമ്പോൾ അവർ ചെയ്ത സംഭാവനകൾ, അവർ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, അതിനെയൊക്കെ നമ്മൾ കാറ്റിൽ പറപ്പിച്ചിട്ടാണ് അത്തരം പരാമർശനങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഇവിടെ എന്താണ് യാഥാർത്ഥ്യം, എന്താണ് ഇതിന്റെ സത്യങ്ങൾ, ഈ ഭാഗത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ ഈ ഏറിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഈ സാത്താൾ ക്രിസ്ത്യൻ ആശ്രമം എന്ന് പറയുന്നത് ഈ വീഡിയോയിൽ പരാമർശിക്കുന്ന പോലെ തന്നെ 1930 ഡോക്ടർ സ്റ്റാൻലി ജോൺസ് അദ്ദേഹത്തിനോട് കൂടെയുള്ള രണ്ട് വ്യക്തികളോട് ചേർന്നാണ് ആരംഭിച്ചത്. അങ്ങനെ അവർ 3 പേർ ചേർന്നാണ് ഈ സാത്താൾ ക്രിസ്ത്യൻ ആശ്രമം ആരംഭിക്കുന്നത്. എദർ ടെർണർ എന്ന് പറയുന്ന ഒരു വ്യക്തിയും യൂനൂസ് സിഹ എന്ന് പറയുന്ന മറ്റൊരു ഇന്ത്യൻ ആളുകൾ. ആദ്യം ഞാൻ പറഞ്ഞത് ഈ ടെർണർ എന്ന് പറയുന്നത് ഒരു ഫോറിനറാണ്. അപ്പോൾ തന്നെ യൂനുസ് എന്ന് പറയുന്നത് ഇവിടെയുള്ള ഇന്ത്യക്കാരനാണ്. അപ്പൊ ഇവർ രണ്ടുപേരും ഇദ്ദേഹത്തോടു കൂടെ ഡോക്ടർ സ്റ്റാൻലിയോട് കൂടെ ചേർന്ന് ഇവിടുത്തെ ഈ ആശ്രമത്തിന് നേതൃത്വം നൽകുകയും അത് ആരംഭിക്കുകയും ചെയ്തതാണ്. നമ്മൾ ഇന്ന് ഈ ചർച്ച ചെയ്യപ്പെടുന്ന ആശ്രമത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമതായിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയം, അവിടെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ സർവ മതസ്ഥർക്കും കൂടി വന്ന് അവരവരുടേതായ വിശ്വാസത്തെ പറ്റി സംസാരിക്കുവാനും ആശയങ്ങൾ പങ്കുവയ്ക്കുവാനും അതുപോലെ അതൊക്കെ അന്യോന്യമായിട്ട് സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പേരിൽ തന്നെ ആ സൗഹാർദ്ദത്തിൽ തന്നെ അത് ചർച്ച ചെയ്യുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അവര് ഡയലോഗുകൾ നടത്തുകയൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ടാണ് ഈ ആശ്രമം അന്ന് മുതൽ ഇന്ന് വരെ നിലനിൽക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി തന്നെ അദ്ദേഹം ഡോക്ടർ സ്റ്റാൻലി ഇത് ആരംഭിച്ച ഡോക്ടർ സ്റ്റാൻലി അദ്ദേഹം റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആരംഭിച്ചു. ധാരാളം റൗണ്ട് ടേബിൾ കോൺഫറൻസുകൾ സംഘടിപ്പിച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വമതസ്ഥർക്കും, എല്ലാ മതസ്ഥർക്കും അവിടെ വന്ന് താമസിക്കാനും അവിടെ ആശയങ്ങൾ പങ്കുവയ്ക്കുവാനും അവരുടെ വിശ്വാസങ്ങളെ കുറിച്ച് പറയുവാനും അവരുടെ പരാതികൾ പറയുവാനും അവർക്ക് തുറന്ന് സംസാരിക്കുവാനുള്ള ഒരു ഇടമായിട്ട് ഈ ആശ്രമം നാളുകളായിട്ട് നിലനിന്ന് വന്നിരുന്നു. അതുപോലെ തന്നെ ഭാരതീയ സംസ്കാരവും പൈതൃകവും എല്ലാം മുറുകെ പിടിച്ചാണ് ഈ ആശ്രമം പ്രവർത്തിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്തവ വിശ്വാസത്തെ ജനത്തിന് പരിചയപ്പെടുത്തുവാൻ അവർ തെരഞ്ഞെടുത്ത ഒരു രീതി എന്ന് പറയുന്നത് ഭാരതീയ സംസ്കാരത്തിനും പൈതൃകത്തിനുമൊക്കെ അനുകൂലമായ ഒരു നിലയിലാണ്. എന്ന് പറഞ്ഞാൽ ആ പൈതൃകം സംസ്കാരത്തെ ത്യജിച്ചിട്ടല്ല, പാശ്ചാത്യമായിട്ടുള്ള സംസ്കാരവും അതുപോലുള്ളതായ വിഷയങ്ങളൊക്കെ ഇവിടെ ആൾക്കാരുടെ ഇടയിലേക്ക് അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്തത്. പ്രത്യുത അവർ ഇന്ത്യൻ സംസ്കാരത്തിന്, ഭാരതീയ സംസ്കാരത്തിന് അനുകൂലമായി, അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ അതിന്റെ ആശയങ്ങളെയും അതിന്റെ ആ പാരമ്പര്യത്തെയും ഒക്കെ നിലനിർത്തിക്കൊണ്ടാണ് ഇവിടുത്തെ ഈ ക്രൈസ്തവ ആശ്രമം അല്ലെങ്കിൽ സാത്താൾ ക്രിസ്ത്യൻ ആശ്രമം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണ രീതി, വസ്ത്രധാരണം, അതുപോലെ തന്നെ ലളിതമായ ജീവിത രീതികൾ. നിങ്ങൾ ഡോക്ടർ സ്റ്റാൻലിയുടെ പിക്ചർ തന്നെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, അദ്ദേഹം ഒരു അമേരിക്കൻ ആണെങ്കിലും ഇവിടെ വന്ന് അദ്ദേഹം മുണ്ടും ഷർട്ടും ജുബയൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത്രമാത്രം ഭാരതീയനായി തിരികെയാണ്. അതിന് പിന്നിലൊക്കെ പല കാരണങ്ങളുണ്ട്. മറ്റൊന്ന്, ഈ ആശ്രമത്തിൽ ഡോക്ടർ സ്റ്റാൻലി ഇൻട്രൊഡ്യൂസ് ചെയ്ത പല വിഷയങ്ങളുണ്ട്. ഇന്ത്യൻ ആത്മീയതയെ, ഇന്ത്യയിലെ ഭാരതീയ ആത്മീയ വിഷയത്തെ അദ്വൈത വേദാന്ത സിദ്ധാന്തങ്ങളിലൂടെയാണ് മനസ്സിലാക്കുകയും അത് ക്രിസ്തീയതയെ അല്ലെങ്കിൽ ക്രൈസ്തവ വിഷയങ്ങളെ, ചിന്തകളെയൊക്കെ ഇന്ത്യൻ തത്വചിന്തകളുമായിട്ട് താരതമ്യപ്പെടുത്തി അതുമായിട്ട് ലയിപ്പിച്ച് സംവദിക്കുവാനാണ് അദ്ദേഹം പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ആശ്രമത്തിന്റെ കഴിഞ്ഞ 100 വർഷമായി സമാധാനപരമായി, സന്തോഷപരമായി, സൗഹൃദപരമായിട്ട് എല്ലാ മതങ്ങളുമായിട്ട് ഒത്തുചേർന്ന് ആ പ്രവർത്തനം അവർ നടക്കുവാൻ കണ്ടപടിയായി തീർന്നത്. സമൂഹത്തിൽ നടമാടിയിരുന്ന ജാതി വ്യവസ്ഥകൾ, അതുപോലെ വർഗീയത, മറ്റ് അനീതിപരമായിട്ടുള്ള വിഷയങ്ങൾ, ഇതിനൊക്കെ എതിരെ ആശ്രമം ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകളിൽ നിന്നൊക്കെ
നല്ല പ്രതികരണങ്ങൾ, നല്ല അനുകൂലമായിട്ടുള്ള സപ്പോർട്ടുകളാണ് അവർക്ക് ലഭിച്ചുകൊണ്ടേയിരുന്നത്. ഈ 100 വർഷമായി ഇങ്ങനെ ഒരു ആശ്രമം പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾ നോക്കൂ, അതും ഒരു വിദേശ മിഷണറി ഇവിടേക്ക് വരുന്നു. അദ്ദേഹത്തിന് ഇവിടെ കഴിഞ്ഞ 100 വർഷമായി അവിടെ പ്രവർത്തനം നടത്തണമെന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ സമ്പൂർണമായിട്ടുള്ള ഒരു കോപ്പറേഷൻ ഇല്ലാതെ നടക്കാൻ കഴിയില്ല. ഇവിടുത്തെ സർക്കാരിന്റെ അനുമതികളില്ലാതെ ഇതൊന്നും പ്രവർത്തിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇവരേതോ ഇല്ലീഗൽ വേയിലാണ് അവിടെ ഈ ആശ്രമം നടത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിനോ ന്യായപാലകന്മാർക്കോ പോലീസിനോ ഒന്നും ഒരു അറിവുമില്ലാതെ ഇവർ ആ മല കീഴടക്കി അവിടെ ഇങ്ങനെ ക്രൈസ്തവ വിശ്വാസം പ്രചരിപ്പിച്ച് മതപരിവർത്തനം നടത്തുകയാണ് എന്നുള്ള ഒരു ആശയമാണ് ഈ വീഡിയോയിലൂടെ അദ്ദേഹം ഇവിടെ നമ്മുടെ മുൻപാകെ വെക്കുന്നത്. പക്ഷെ അതൊക്കെ വളരെ വ്യാജമായിട്ടുള്ള വാർത്തകളാണ് എന്നുള്ളത് ഈ താത്താൽ ആശ്രമത്തിന്റെ, ക്രിസ്ത്യൻ ആശ്രമത്തിന്റെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനി ആരാണ് ഈ ഇന്ത്യയിൽ വന്ന് ഇത്ര വലിയൊരു ആശ്രമം സ്ഥാപിച്ച വ്യക്തി ആരാണ്? ആ വ്യക്തി, അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയായിരുന്നു? ഡോക്ടർ എലി സ്റ്റാൻലി ജോൺസ് എന്ന് പറയുന്ന അമേരിക്കൻ ആയിട്ടുള്ള ഒരു മിഷണറിയാണ് ഈ പ്രവർത്തനത്തിന്റെ സ്ഥാപകൻ, ആരംഭം കുറിക്കുന്നത്. ഞാൻ ആദ്യമേ തന്നെ അത് പറഞ്ഞിരുന്നു. അമേരിക്കയിൽ ജനുവരി മാസം 3-ാം തീയതി 1884 അദ്ദേഹം ജനിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം അവിടെ തന്നെ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം ഒക്കെ നടത്തുന്നു. അതിനുശേഷം അദ്ദേഹം കെൻഡക്കിൽ വരുന്നു. അവിടെ ആഷ്ബറി കോളേജിൽ ഉപരിപഠനം നടത്തുന്നു. അങ്ങനെ തന്റെ പഠനകാലം എല്ലാം ശേഷം അദ്ദേഹം ഒരു മിഷണറിയായി തീരുവാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണ്. 1907 ഒരു മെത്തഡിസ്റ്റ് എപ്പിസ്കോപ്പൽ ചർച്ചിന്റെ മിഷണറി ആയിട്ട് ഇന്ത്യയിലേക്ക് വരികയാണ് ചെയ്തത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട അതിപ്രധാനമായിട്ടുള്ള അദ്ദേഹത്തെ കുറിച്ചുള്ള വിഷയം, ഈ ഇന്ത്യയിലേക്ക് അദ്ദേഹം ഒരു മിഷണറി ആയിട്ട് വന്നുവെങ്കിലും അദ്ദേഹം ഇവിടെയുള്ള പൊളിറ്റിക്കൽ പാർട്ടികളും അന്നത്തെ നിലയിൽ, അന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ലാത്ത ഒരു സമയമാണ്, ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഒരു കാലഘട്ടമാണത്. മഹാത്മാഗാന്ധിജി പോലുള്ള മഹാത്മാരുടെ പ്രവർത്തനങ്ങൾ അതിശക്തമായിട്ട് ഇന്ത്യയിൽ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അത്തരം ഒരു സമയത്ത് ഇദ്ദേഹം ഇവിടെ വരികയും മഹാത്മാഗാന്ധിയുമായിട്ട് വളരെ അടുത്ത് ഇടപഴകുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളായി തീർന്നു. മഹാത്മാഗാന്ധിജി മാത്രമല്ല, പ്രത്യേകിച്ച് നെഹ്റു കുടുംബമായി തന്നെ ഡോക്ടർ സ്റ്റാൻലിക്ക് വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കുവാൻ കഴിഞ്ഞു. പിന്നീട്ടും അനേക ആശയവിനിമയങ്ങൾ നടത്തുകയും അവരുടെ വിശ്വാസങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1962 നോബൽ പീസ് പ്രൈസിന് അദ്ദേഹം നിയുക്തനായി. ഏതോ കാരണവശാൽ അതിന് അദ്ദേഹം അത് സ്വീകരിച്ചില്ല. എന്നാൽ 1963 ഗാന്ധി പീസ് അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. അപ്പൊ അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ഉന്നത പരമാധികാരികൾ തന്നെ, അല്ലെങ്കിൽ സർക്കാർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവാർഡുകൾ നൽകി മാനിക്കുകയും ഒക്കെ ചെയ്ത ശ്രേഷ്ഠനായിരിക്കുന്ന മഹാനായ ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ സ്റ്റാൻലി ജോൺസ് എന്ന് പറയുന്നത്. ആ വ്യക്തിയെക്കുറിച്ചാണ് ഇത്രമാത്രം വ്യാജമായ, വളച്ചൊടിച്ച ഒരു വ്യാജമായിട്ടുള്ള വാർത്ത ഉണ്ടാക്കി ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശ്രമിക്കുന്നത്. ശേഷം നമ്മൾ കാണാൻ കഴിയും, നമുക്കറിയാം, മഹാത്മാഗാന്ധിജി അതിദാരുണമായിട്ട് നിലയിൽ വെടിവെച്ചു കൊന്നു. അതിന്റെ കൊലപാതകത്തിന് ശേഷമായിട്ട് ഈ ഡോക്ടർ സ്റ്റാൻലി ജോൺസ് മഹാത്മാഗാന്ധിജിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ ബയോഗ്രഫി, ജീവചരിത്രം, വളരെ മനോഹരമായ ഒരു പുസ്തകം രചിക്കുകയുണ്ടായി. അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും അതിന്റെ പുസ്തക വിതരണം ഉണ്ടായി. അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ധാരാളം ബെസ്റ്റ് സെല്ലറായിട്ട് ബുക്കായിട്ട് അത് തീർന്നു. ആ മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രം വായിച്ചു തന്നെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ധാരാളം ആളുകൾ പല മൂവ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് നോൺ വയലൻസ് മൂവ്മെന്റ് ഓർഗനൈസേഷനൊക്കെ സ്ഥാപിക്കുവാൻ കണ്ണുമിടയായിട്ടുണ്ട്. അതിൽ ഏറ്റവും അറിയപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ മാർട്ടിൻ ലൂതർ ജൂനിയർ എന്ന് പറയുന്നത്. അദ്ദേഹം അന്ന് നടന്നായ പാശ്ചാത്യ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കയിൽ നടന്നായ വർണ്ണ വിവേചനത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭണം നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഡോക്ടർ ജോൺസിന്റെ മകളുമായിട്ട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറയുകയുണ്ടായി, മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രം വായിച്ചിട്ടാണ് ഈ നോൺ വയലൻസ് സിവിൽ റൈറ്റ് മൂവ്മെന്റ് തന്നെ സ്ഥാപിക്കുവാൻ എനിക്കൊരു പ്രേരണ ലഭിച്ചത്. എന്ന് പറഞ്ഞാൽ അതായത് കറുത്തവർഗക്കാരനായിരുന്ന ഈ മാർട്ടിൻ ലൂതർ കിങ്ങിന് തന്നെ അവരുടെ രാജ്യത്ത്, അല്ലെങ്കിൽ അമേരിക്കയിൽ ഇങ്ങനൊരു മൂവ്മെന്റ്, നോൺ വയലൻസ് സിവിൽ റൈറ്റ് മൂവ്മെന്റ് തന്നെ സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടി പ്രേരിതമായി തീർന്നത് ജോൺസിന്റെ പ്രസിദ്ധമായിട്ടുള്ള ബുക്കിലൂടെയാണ്. അപ്പൊ ഇദ്ദേഹം ചെയ്ത ഇദ്ദേഹം അങ്ങനെ ഒരു ബുക്ക് മാത്രമല്ല ധാരാളം ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ബെസ്റ്റ് സെല്ലർ ആയിരുന്നു.
അങ്ങനെ ആ ബെസ്റ്റ് സെല്ലറിലൂടെ ആ ബുക്കിലൂടെയൊക്കെ ലഭിക്കുന്നതായ ധനസഹായങ്ങളാണ് അദ്ദേഹം ഇവിടുത്തെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയെല്ലാം കൂടുതലായിട്ട് ഉപയോഗിച്ചു വന്നിരുന്നത്. ഇനി സാത്താൽ ആശ്രമവും സാമൂഹ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മളിന്ന് അറിഞ്ഞിരിക്കണം. ഈ സാത്താൽ ആശ്രമത്തിൽ മതപരിവർത്തനമാണോ നടക്കുന്നത്, അതോ അവിടെ ജനങ്ങളെ വാർത്തെടുക്കുന്ന, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളെ മനുഷ്യരാക്കി മാറ്റുന്ന ദൈവിക പ്രവൃത്തികളാണോ നടക്കുന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഈ 100 വർഷങ്ങൾക്ക് മുൻപുള്ള സാഹചര്യത്തിലൊക്കെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പലപ്പോഴും ആ, ചികിത്സാ സമ്പ്രദായങ്ങൾ വളരെ കുറവായിരുന്നു. അതിനുവേണ്ടിയുള്ളതായ അതിനുവേണ്ടിയുള്ള എക്യുപ്മെന്റ്സുകളോ അതുപോലുള്ള കാര്യങ്ങളൊന്നും അത്ര വലുതായിട്ട് സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം. അപ്പൊ ആ ഒരു സമയത്തെ കുറിച്ച് നമുക്കറിയാം എങ്ങനെയാണ് മിഷണറിമാർ ഇവിടെ വന്നത്. അവര് ഹെൽത്ത് ഏരിയയിൽ എന്തുമാത്രം ശ്രദ്ധ കൊടുത്തു, എങ്ങനെയൊക്കെ, അതുപോലെ തന്നെ ഭാഷകൾക്ക് എന്തുമാത്രം പ്രാമുഖ്യം നൽകി. ട്രാൻസ്ലേഷൻ, ബുക്കുകൾ പ്രിന്റ് ചെയ്തിറക്കുക, അച്ചടി ആം, അച്ചടി യന്ത്രങ്ങൾ അവർ കണ്ടുപിടിക്കുക, ഇന്ത്യയിലെ ഭാഷകൾക്ക് ലിപികൾ ഉണ്ടാക്കി ആ ഭാഷകളിലേക്ക് പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്തിറക്കുക തുടങ്ങിയ നിരവധി എണ്ണമില്ലാത്ത സംഭാവനകളാണ് ക്രിസ്ത്യൻ മിഷണറിമാർ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഡോക്ടർ സ്റ്റാൻലി ജോൺസ്, അദ്ദേഹം ഇവിടെ നോക്കിയപ്പോൾ സൈക്യാട്രിക് അല്ലെങ്കിൽ മാനസിക രോഗികളുടെ വലിയൊരു കൂട്ടം തന്നെ അദ്ദേഹത്തിന് കാണുവാൻ കഴിഞ്ഞു. അപ്പൊ ഇന്ത്യയിൽ അന്ന് അദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ഏറിയയിൽ അദ്ദേഹത്തിന് മനസ്സിലായത് ഒത്തിരി ആളുകൾ മാനസികമായി തകർന്നവരാണ്, മെന്റലി ഡിസോർഡർ ആയിട്ടുള്ള ആൾക്കാർ. ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു സൈക്യാട്രിക് സെന്റർ തന്നെ തുടങ്ങണമെന്ന് അദ്ദേഹത്തിന് താല്പര്യമുണ്ടായി. അങ്ങനെ അദ്ദേഹം ഒരു സൈക്യാട്രിക് സെന്റർ ആരംഭിച്ചു. ഇന്ന് ലക്നോയിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള നൂർ മൻസിൽ സൈക്യാട്രിക് സെന്റർ എന്ന പേരിലുള്ള മനോഹരമായിട്ടുള്ള ക്ലിനിക് ഉണ്ട്. അവിടെ ധാരാളം ആയിരക്കണക്കിന് ആളുകളാണ് വന്ന് ചികിത്സ തേടി വരുന്നതും സുഖം പ്രാപിച്ചൊക്കെ മടങ്ങി പോകുന്നതും. ഡോക്ടർ സ്റ്റാൻലി ജോൺസ് ആ ആശുപത്രി സ്ഥാപിക്കുകയും അദ്ദേഹം സ്ഥാപിച്ച ആ ആശുപത്രിയിൽ അമേരിക്കയിലും യൂറോപ്പിലും മറ്റിതര ഡെവലപ്മെന്റ് കൺട്രീസിലൊക്കെ വിദ്യാഭ്യാസം നേടിയ ഡോക്ടേഴ്സ് വന്നിട്ടാണ് ഇവിടെ രോഗികളെ പരിചരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത്രമാത്രമുള്ള ഒരു ഡെവലപ്മെന്റ്സ് അതിനൊക്കെ ഇന്ത്യ ഗവൺമെന്റും മറ്റും എല്ലാവരുടെയും സഹകരണങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു. അങ്ങനെ അദ്ദേഹം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ ഹോസ്പിറ്റൽ ആരംഭിക്കുവാൻ ഞങ്ങൾ ഇടയായി. ഇനി ഇവിടെ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. സാത്താൽ ഏറിയ അല്ലെങ്കിൽ നനിത്താൽ ഏറിയൊക്കെ വനവാസികളുടെ ഏറിയാണ്, ആദിവാസികളുടെ ഏറിയാണ്. അതിനകത്ത് അദ്ദേഹത്തിന്റെ ആ ദേശത്തെ കുറിച്ചുള്ള ഒരു അറിവില്ലായ്മയാണ് ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത്. ഇതിനകത്തിൽ അങ്ങനെ അവിടെ വനവാസികൾ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ ആരെയും വനവാസി എന്ന് പറയരുത്. ആദിവാസികൾ ആരും ആ വാക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവർക്കെല്ലാം എഡ്യൂക്കേഷനായി, അവരിപ്പോൾ വനവാസികളല്ല എന്നവർക്ക് ബോധ്യമായി. അവർക്ക് വേണ്ടി അവരെ അത്തരത്തിൽ വിളിച്ച് തരം താഴ്ത്തുന്നത് ഒരിക്കലും ശരിയല്ല എന്നും കൂടെ ഈ പ്രിയപ്പെട്ട സഹോദരൻ ഓർക്കുക. കാരണം ആദിവാസികൾ തന്നെ ആ കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ വനവാസികളാണ് എന്നും അവിടെയുള്ള വനവാസികളെയൊക്കെ മതപരിവർത്തനം നടത്തി അവര് ക്രിസ്ത്യാനിത്വത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള ഒരു ആക്ഷേപമാണ് അദ്ദേഹം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ആ ഏറിയയിൽ അങ്ങനെ വനവാസികൾ, നിങ്ങൾ പറയുന്ന ഈ ആദിവാസി സമൂഹം ധാരാളമായിട്ടുണ്ടായിരുന്നു. അവിടെ അങ്ങനെ ആദിവാസി സമൂഹം എന്ന് പറഞ്ഞൊരു സമൂഹം ധാരാളമായി ഇല്ലായിരുന്നു. അതെ, ആദിവാസികൾ എന്ന് നിങ്ങൾ പറയുന്ന ഇപ്പൊ ജാർഖണ്ഡിലോ അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലോ ഒക്കെ പോകുമ്പോൾ കാണുന്ന പോലെയുള്ള ഒരു ജനസമൂഹമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. ഈ എല്ലാ ജാതി മതത്തിൽപ്പെട്ടവരും എല്ലാ ജാതിയിലുള്ള ആൾക്കാരും കാസ്റ്റിൽപ്പെട്ടവരും അവിടെ ഉണ്ടായിരുന്നു. അവരെ ആരെയും മതപരിവർത്തനം ചെയ്തിട്ടില്ല. അത് വളരെ വാസ്തവമായ ഒരു വിഷയമാണ്. ചില ആളുകൾ അവർ സ്വയമായിട്ടൊക്കെ ക്രിസ്ത്യാനിറ്റിയിൽ വന്നിട്ടുണ്ടാകും. അങ്ങനെ മതപരിവർത്തനമായിരുന്നു അവിടെ മുഖ്യമായിട്ട് ഉദ്ദേശമെങ്കിൽ കഴിഞ്ഞ ഈ 100-ൽ പരം വർഷങ്ങളായി ആ ദേശം മൊത്തം ക്രിസ്ത്യാനികളാകണമായിരുന്നല്ലോ. എന്നാൽ ഇന്നും ക്രൈസ്തവ സമൂഹം അവിടെ വളരെ വിരളമായാണ്. ചുരുങ്ങിയ ഒരു സംഖ്യ മാത്രമാണ് അവിടെ ക്രൈസ്തവരായിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് സെന്റ് ജോൺസ് ചർച്ചിനെ കുറിച്ച് പറയുന്നില്ലേ, ആ ചർച്ചിൽ തന്നെ അവിടെയുള്ള ലോക്കൽ ഈ ക്രിസ്ത്യാനികളായിട്ടുള്ള അവരാണ് ആ ചർച്ചിലേക്ക് അധികമായിട്ട് കടന്നത്. അല്ലാതെ അവിടെ മറ്റ് ഹൈന്ദവരെല്ലാവരും കൂടെ ഒന്നിച്ചു ചേർന്ന് അവിടെ കടന്നു വരുന്നില്ല. അത് വ്യാജമായിട്ടുള്ള ഒരു അറിയിപ്പാണ് എന്ന് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രധാന കർത്തവ്യം സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ്. ആ സുവിശേഷം പ്രസംഗിക്കുന്നത് അവരുടെ കർത്തവ്യം, റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള അവർ മനസ്സിലാക്കുന്നത്. അതിനെ മതപരിവർത്തനം എന്ന നിലയിലേക്ക് നമ്മൾ മാറ്റി മറിക്കുന്നത് തീർച്ചയായും ആ സമൂഹത്തോട് നമ്മൾ കാണിക്കുന്ന ഒരു അപമര്യാദ തന്നെയാണ്. സുവിശേഷം പ്രസംഗിക്കും, അത് എല്ലാ ക്രൈസ്തവന്റെയും ദൗത്യമാണ്, എല്ലാ വ്യക്തിയുടെയും ദൗത്യമാണ്. അത് അവരുടെ ജീവനുള്ളിടത്തോളം പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. അതിന് മതപരിവർത്തനം എന്നൊരു പേര് നൽകി
ആ ഒരു രീതിയെ അടിച്ചമർത്തുവാനായിട്ട് ഉള്ള ശ്രമം ഒരിക്കലും ശരിയല്ല. അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള ഒരു രീതി തന്നെയാണ്. ഇനി ഇന്നത്തെ സാത്താൽ ആശ്രമം എങ്ങനെയാണ്? അപ്പൊ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു, പലപ്പോഴും ഞാൻ അവിടെ പോയിട്ടുണ്ട്. അവിടെ പോകുന്ന സമയത്ത് എന്താണ് അവിടെ, എങ്ങനെയുള്ള റോഡുകളാണ് അവിടെ ഉള്ളത്, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ദേശാടന പക്ഷികൾ വരുന്ന സ്ഥലം എന്ന നിലയിൽ പരിസ്ഥിതി ലോല പ്രദേശമാണ്, അവിടെയാണ് ആശ്രമം ഉണ്ടാക്കിയത്. ഈ ഈ ഒരു പ്രസ്താവന യഥാർത്ഥത്തിൽ വളരെ പരിശോധിക്കേണ്ട പ്രസ്താവന തന്നെയാണ്. നിങ്ങൾ ആരെങ്കിലും സമയം കിട്ടുമ്പോൾ അവിടെ ഒന്ന് പോകുന്നതാണ്. അവിടെ പോയി ആ ഏരി ഒന്ന് കാണണം. ഒരു പരിസ്ഥിതി പ്രശ്നങ്ങളും ആ ആശ്രമത്തെ സംബന്ധിച്ചോളം അവിടെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം യാതൊരു പ്രവർത്തനങ്ങളും അതിന് പരിസ്ഥിതി മോശമാകുന്ന നിലയിൽ ഒരു കാര്യങ്ങളും അവിടെ ഉണ്ടാക്കിയിട്ടില്ല. അവിടുത്തെ കെട്ടിടങ്ങളെല്ലാം തന്നെ ചെറിയ ചെറിയ കെട്ടിടങ്ങളാണ്. അത് മൾട്ടി സ്റ്റോറികളൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല. ഒരു ചെറിയ 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 കെട്ടിടങ്ങൾ, അതും ചിലതൊക്കെ മിക്കവാറും ഒക്കെ ഉള്ളതെല്ലാം ഈ ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ കെട്ടിടങ്ങളാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആ പരിസ്ഥിതികളെ എല്ലാം നിലനിർത്തി മനസ്സിലാക്കി മാത്രമാണ് അവിടുത്തെ കൺസ്ട്രക്ഷൻ പോലും നടന്നിട്ടുള്ളത്. റോഡുകളുടെ കാര്യത്തിലാണെങ്കിലും റോഡ് ഇപ്പോഴും വളരെ ചെറിയ റോഡാണ്. നടന്നു പോകാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ആദ്യം അവിടെ പോകുന്നത് കാറിൽ അവിടെ ചെല്ലുന്ന സമയത്ത് അവിടേക്ക് ഇറക്കി അങ്ങോട്ട് ഇറക്കി കൊണ്ടുപോകാൻ തന്നെ ഭയപ്പെട്ടു. കാരണം അത്രമാത്രം താഴെ ഭയങ്കര കൊക്കയാണ്. അതുപോലെ തന്നെ ചെറിയ നാരോ ആയിട്ടുള്ള റോഡാണ് അവിടെ ഉള്ളത്. അപ്പൊ അത്രമാത്രം ഇപ്പോഴും ആ റോഡുകളൊക്കെ അങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ്, അവർ ടാർ ചെയ്യാതെയും ഒക്കെ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ മറ്റു മലകൾ ഇടിച്ചു നിരത്തി റോഡുണ്ടാക്കാനൊന്നും അവർ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പം വന്യമൃഗങ്ങളൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്. സാധാരണയായിട്ട് അവിടെ രാത്രിയുള്ള സമയത്തൊക്കെ ഈ പുലിയും ഒക്കെ വന്നു പോകാറുണ്ട്. എന്നാൽ അവകളൊന്നും തന്നെ ആശ്രമത്തിൽ വരുന്നവരെ ഉപദ്രവിക്കുകയോ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ധാരാളം പ്രാവശ്യം ഈ സ്റ്റോറീസ് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ ചെന്ന് ഞങ്ങൾ ഒരിക്കൽ അവിടെ ചെന്ന് താമസിക്കുന്ന സമയത്ത് തന്നെ ഒരിക്കൽ പുലിയുടെ ശബ്ദം കേട്ടു. അപ്പൊ എല്ലാവരും അവിടുത്തെ ഗേറ്റ് കീപ്പർ, അതായത് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരും അനൗൺസ്മെന്റ് ചെയ്തു, നിങ്ങൾ ആരും ഇപ്പോൾ വെളിയിലിറങ്ങരുത് എന്നാണ്. കാരണം അത് വന്നാൽ തന്നെ അതങ്ങനെ ആരെയും ഉപദ്രവിക്കുകയൊന്നും ചെയ്യുന്നില്ല. അപ്പൊ അത്രമാത്രം വന്യമൃഗങ്ങൾ പോലും ഇപ്പോഴും വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആശ്രമമാണ്, അല്ലെങ്കിൽ ആ ഒരു ഏരിയയാണ് അങ്ങനെയുള്ളത്. അതിന്റെ തടാകങ്ങളെല്ലാം തന്നെ വളരെ മനോഹരമായി സൂക്ഷിക്കുകയാണ്. ആ തടാകങ്ങളിൽ ഒന്നും തന്നെ വേറെ ഏതെങ്കിലും നിലയിലുണ്ടായ പരിസ്ഥിതി ഉണ്ടാകുന്ന നിലയിലുള്ള യാതൊരുവിധമായിരിക്കുന്നതായ പ്രശ്നങ്ങളില്ല. ആ വെള്ളമൊക്കെ ശുദ്ധജലമായിട്ട് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും അവിടെ നിന്ന് പോയി ആ വിഷയവും നിങ്ങൾ ആ ഏറി ഒന്ന് കാണുക. കാണാൻ നിങ്ങൾ കഴിയുന്നെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇനി വീഡിയോയുടെ ദൈർഘ്യം മുൻപോട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കും. 1973 ജനുവരി മാസം 25-ാം തീയതി ഡോക്ടർ സ്റ്റാൻലി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു ഇന്ത്യയിൽ തന്നെ മരിക്കണം, ഇന്ത്യയിൽ ശവസംസ്കാരം നടക്കണം. അദ്ദേഹത്തിന്റെ കല്ലറ ഇപ്പോഴും അവിടെയുണ്ട്. നിങ്ങൾ ആ സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നാം ആരെങ്കിലുമാണ് അങ്ങനെ അവിടെ ചെല്ലുന്നെങ്കിൽ അത്തരത്തിൽ അവിടെ ഒരു ആശ്രമം ഉണ്ടാക്കുവാനോ അവിടെ താമസിക്കാനോ ഒന്നും നമ്മൾ താല്പര്യപ്പെടുകയില്ല. കാരണം ജനവാസമില്ല, ആൾക്കാരെ അവിടെ ഒരു സഹായവും കിട്ടുകയില്ല. അത്രമാത്രം ഒരു ഒറ്റപ്പെട്ട സ്ഥലമായിരിക്കുമ്പോഴും ഈ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തേക്ക് ദൈവം നൽകിയ പ്രത്യേകമായ ദർശനം, അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ സർവ്വ മതത്തിൽപ്പെട്ടവരും വരികയും പോവുകയും സഹകരിക്കുകയും അവരുടെ മെഡിറ്റേഷൻസ് ഒക്കെ നടത്തിയും ഒക്കെ ചെയ്യത്തക്ക നിലയിൽ അവിടെ ഒരു ആശ്രമം ഉണ്ടാക്കിയത് നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ഒരു ഒരു നന്മയായിട്ട് മാത്രമേ, ഈ രാജ്യത്തിന് വേണ്ടിയുള്ള ഒരു നന്മയായിട്ട് മാത്രമേ നമുക്ക് അവിടെ കാണാൻ കഴിയുള്ളൂ. ഇനി മറ്റൊന്ന്, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ മാവോയിസ്റ്റ് ആക്ടിവിറ്റികൾ നടക്കുന്നുണ്ടോ, അവിടെ പരിശീലനം നടക്കുന്നുണ്ടോ എന്ന് ആർക്കറിയാം എന്നാണ്. അതായിരിക്കണം അവരുടെ ഒരു ചിന്താരീതി. അതുകൊണ്ട് തന്നെ അവിടെ ഈ പള്ളിയൊക്കെ വെച്ചിട്ട് അവർ അവിടുത്തെ വനവാസികളെ മുഴുവൻ മതപരിവർത്തനം ചെയ്ത് ആ പള്ളിയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കുവാൻ പോവുകയാണോ? അതിനവിടെ സെൻറ്റ് ജോൺസ് ചർച്ചും ചാപ്പലും എല്ലാം ഉണ്ട്. ഈ പള്ളികൾ അല്ലെങ്കിൽ ഈ കെട്ടിപ്പൊക്കുന്ന കെട്ടിടങ്ങൾ നാളെ ഏതെങ്കിലും ഭീകരവാദ സംഘടനകളുടെ, മാവോയിസ്റ്റ് സംഘടനകളുടെ ഒരു പരിശീലന കേന്ദ്രമോ ആസ്ഥാനമോ ഒക്കെ ആയി മാറില്ല എന്ന് ആര് കണ്ടു? നിങ്ങൾ അവിടെ പോയി ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ക്രൈസ്തവ സമൂഹം മാവോയിസ്റ്റുകളെ സൃഷ്ടിക്കുകയല്ല ചെയ്തത്. ക്രൈസ്തവ സമൂഹം മാവോയിസ്റ്റുകൾ എന്ന് പറയപ്പെട്ടുകൊണ്ടിരുന്ന വ്യക്തികളെ അവരെ നല്ല മനുഷ്യ സ്നേഹികളാക്കി മാറ്റിയ ചരിത്രം മാത്രമേ ഇന്ത്യയിലുള്ളൂ. ക്രിസ്ത്യാനികൾ ഒരുപാട് പേര് നമ്മുടെ ഛത്തീസ്ഗഡ് അല്ലെങ്കിൽ ജാർഖണ്ഡ്,
ബീഹാർ ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അവിടേക്കുള്ള ഒരുപാട് ക്രിസ്ത്യാനികൾ അവർ ഒരു കാലത്ത് മാവോയിസ്റ്റുകളായിരുന്നവരാണ്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭയങ്കര വലിയ ഭീതി ഉണ്ടാക്കിയ ആളുകളാണ്. പക്ഷേ ക്രൈസ്തവ മിഷണറിമാരുടെ അകമഴിഞ്ഞ സേവനങ്ങൾ നിമിത്തമായി, അവരുടെ സ്നേഹനിമിത്തം, അവർ കൊടുത്തായ ആ ക്രിസ്തുവിന്റെ സ്നേഹനിമിത്തമായിട്ട് അവിടെ ആയുധങ്ങളൊക്കെ വെച്ച് പിന്മാറി അവർ നല്ല മനുഷ്യരായിട്ട് മാറ്റപ്പെട്ടു. ഇന്നവർ നല്ല മനുഷ്യരായി, ലോകത്തെ സ്നേഹിക്കുന്നവരായി, നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നവരായി, സേവിക്കുന്നവരുമായിട്ട് തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യാജമായ വാർത്തകൾ നൽകി ജനത്തെ മിസ്ഗൈഡ് ചെയ്യുവാൻ ദയവായിട്ട് ശ്രമിക്കാതിരിക്കുക. ഈ വീഡിയോ കേട്ട നിങ്ങൾക്ക് ഈ കാര്യങ്ങളെ കുറിച്ചുള്ള സത്യാവസ്ഥ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ കമന്റുകളും തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു വെരി മച്ച്.